ഹലോ ഗായ്സ്, എല്ലാവർക്കും ടൈനി ടൈൽസ് ബൈ ഫാമ മോമിലേക്ക് സ്വാഗതം. ഒരു ഗുഡ് ക്വാളിറ്റി ഡയപ്പർ ബാഗാണ് ഞാനിന്ന് കാണിക്കുന്നത്. മദർലി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഫോർമുല മിൽക്ക് കൊടുക്കാത്ത മദേഴ്സ് ആണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. അങ്ങനെ പറയാൻ കാര്യം എന്താ വെച്ചാൽ ഇതിൽ വെള്ളം ചൂടാറാത്ത ഏരിയൊന്നുമില്ല. അപ്പോൾ ഫോർമുല കൊടുക്കുന്ന അമ്മമാർക്ക് എന്തായാലും ആ ഒരു പാർട്ട് കൂടി ഉള്ള ബാഗാണ് ഒന്നുകൂടി ബെറ്റർ. ഈ മദർലിൻ്റെ തന്നെ അങ്ങനത്തെ ബാഗും അവൈലബിൾ ആണ്. ബാഗിൽ തന്നെ ആ പാർട്ട് ഇല്ലയെന്നേ ഉള്ളൂ. നമുക്ക് സെപ്പറേറ്റ് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ബോട്ടിൽ ഇൻസുലേറ്റഡ് പാക്കറ്റ് കിട്ടും ബോട്ടിൽ വെക്കാനുള്ള. പക്ഷേ ഈ ബാഗിൽ അങ്ങനെ അറ്റാച്ച്ഡ് അല്ല. നമ്മൾ സെപ്പറേറ്റ് ബാഗിൻ്റെ ഉള്ളിൽ വെച്ചാലും മതി. മറ്റേ ബാഗിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി ചെറുതാണെങ്കിലും നമുക്ക് ഭയങ്കര സ്പേഷ്യസ് ആണ്. കുറേ സാധനങ്ങളൊക്കെ കൊള്ളുകയൊക്കെ ചെയ്യും. പിന്നെ ഇത് 2 സൈഡ് ബാഗായിട്ടും 1 സൈഡ് ബാഗായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പറയുകയാണെങ്കിൽ ഫോർമുല ഫീഡ് ചെയ്യാത്ത അമ്മമാരാണെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണിത്. ഫോർമുല ഫീഡ് ചെയ്യുന്നവരാണെങ്കിൽ മറ്റേ ഇൻസുലേഷനുള്ള ബാഗ് ഉണ്ട്, ഈ മദർലി ബ്രാൻഡിൻ്റെ തന്നെ. അത് വാങ്ങിയേക്കും ഒന്നുകൂടി ബെറ്റർ. ഞാനിപ്പോൾ ഇത് 1 ഇയർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഇതിനൊരു കുഴപ്പമില്ല. ഞാൻ വാഷ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു 3 ടൈംസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. നമുക്ക് വേണമെങ്കിൽ മെഷീൻ വാഷും ചെയ്യാം, എന്നിട്ടും ഒരു കുഴപ്പമില്ല. ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ഇതിൽ ഉള്ളിൽ നല്ല സ്പേഷ്യസ് ആണ്, നമുക്ക് കുറേ സാധനങ്ങൾ കൊള്ളും. അതേപോലെ ഫ്രണ്ടിലൊരു പോക്കറ്റ് ഉണ്ട്. ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് ആമസോണിൽ നിന്നാണ്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഡയപ്പർ ചേഞ്ചിങ് മാറ്റും കൂടി വരുന്നുണ്ട്. എന്തായാലും ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റിയ ബ്രാൻഡ് തന്നെയാണ് മദർലി. ന്യൂ മോംസിന് എന്തായാലും ഡയപ്പർ ബാഗ് മസ്റ്റ് ബൈ ആണ്. വാങ്ങുകയാണെങ്കിൽ മദർലി തന്നെ വാങ്ങുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. ഈ ബാഗിൽ മെയിൻ കമ്പാർട്ട്മെൻറ്റിൽ ഒരു 5 ചെറിയ ചെറിയ പോക്കറ്റുകൾ വരുന്നുണ്ട്. നമുക്ക് മരുന്ന് ബോട്ടിലായാലും അങ്ങനെ സെപ്പറേറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അഴുക്കൊക്കെ ആയാൽ വെള്ളം വെച്ച് തുടച്ച് കളയാനും പറ്റും. പിന്നെ അതേപോലെ വാഷ് ചെയ്യുകയാണെങ്കിൽ വാഷും ചെയ്യാം. മെഷീൻ വാഷും പറ്റും, ഹാൻഡ് വാഷും പറ്റും. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ 1 ഇയർ ജേർണിയിൽ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. ഇപ്പോൾ മരുന്നൊക്കെ പോവുകയാണെങ്കിലും നമുക്കത് തുടച്ചെടുക്കാനോ അല്ലെങ്കിൽ വാഷ് ചെയ്യുകയൊക്കെ ആണെങ്കിലും ഈ ഫാബ്രിക്കിന് ഒരു ചേഞ്ചും പറ്റാതെ അത്രയും നല്ല ഗുഡ് ക്വാളിറ്റിയിലുള്ള ഫാബ്രിക്കാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 1000 ബില്ലാണ്. ഇനി ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്.